അമ്മയുടെ ദിവ്യമായ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് എല്ലാവർക്കും ഇവിടെ ഇങ്ങനെയൊന്ന് സന്നിഹിതരാകാൻ സാധിച്ചത്. അപ്പൊ ആദ്യം തന്നെ അമ്മയോട് ഒരുപാട് എന്നും കടപ്പെട്ടവരായി തീരുക. കാരണം അതാണ് ഏറ്റവും വേണ്ടത്. പിന്നെ വേദിയിൽ ഒരുപാട് പേരെ പരിചയപ്പെടുത്തി. അപ്പോൾ വേദിയിലും സദസ്സിലും ഒക്കെ ഇരിക്കുന്ന എല്ലാ സജ്ജനങ്ങളും ഒരുപാട് നമസ്കാരം. കാരണം ഈ അമ്മയുടെ തിരുമണ്ണിൽ അമ്മയുടെ അനുഗ്രഹമുള്ളവർക്ക് മാത്രമേ വരാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ വന്ന് ഇവിടെ ഒരു പ്രഭാഷണം നടത്താനുള്ള അതിയായ മോഹമൊന്നുമല്ല, ഒരാഗ്രഹം മാത്രമാണ്. എന്തായാലും ഇത്രയും ഒരുപാട് കാര്യങ്ങൾ ഇവിടുത്തെ ഭരണസമിതി ചെയ്തു എന്ന് പറഞ്ഞു. ബാബറാം പദ്ധതിയുടെ പ്രകാശനത്തിൽ പറഞ്ഞു. അതുപോലെ തന്നെ യജ്ഞാചാര്യ ഒരുപാട് കാര്യങ്ങൾ പറയാൻ ഇടയായിരിക്കുന്നുണ്ട്. കാരണം ഈ നവാഹ യജ്ഞം, ശ്രീമദ് ദേവി ഭാഗവത നവാഹ യജ്ഞം എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ, നമുക്ക് ഒരു വലിയൊരു പുണ്യമാണ്. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഇത്രയും കാലം ചെയ്തു പോയ എല്ലാ ദോഷങ്ങളും, എല്ലാ കഷ്ടതകളും മാറ്റുവാൻ ദേവി നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾക്ക് ഓരോരുത്തർക്കും അവസരം തന്നിരിക്കുകയാണ്. അപ്പൊ ആ അവസരം ആവോളം ആസ്വദിക്കണം. അതാണ് നമുക്ക് ചെയ്യേണ്ടത്. കാരണം ഇത് അപൂർവങ്ങളിൽ അപൂർവം കിട്ടുന്നതാണ്. ഇവിടെ ഭാഗവത സപ്താഹം ഒരുപാട് നടത്തിയിട്ടുണ്ടെന്ന് ഇവിടെ പ്രഭാഷണത്തിൽ പറയുകയുണ്ടായി. എന്തായാലും ഒരു ദേവി ഭാഗവത നവാഹ യജ്ഞം നടത്താൻ അവസരം തന്നപ്പോൾ, അതും ഈ മാസത്തിന്റെ പുണ്യമറിയാമോ, മണ്ഡലക്കാലം, എല്ലാവരും ഭക്തി നിർഭരമായിരിക്കുന്ന ഈ കാലയളവിൽ ഇന്ന് പൗർണമി കഴിഞ്ഞു. അപ്പൊ പൗർണമിയും പിന്നെയോ നാളെ നമ്മൾ ധനുമാസം 1-ാം തീയതി ആണ്. അപ്പം ശരിക്കും 15-ാം തീയതി മുതൽ 24-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ഈ മഹായജ്ഞത്തിൽ രാവിലെ പുലർച്ചെ മുതൽ രാവിലെ നടക്കുന്നത് ആചാര്യൻ വിശദമായി പറയും. എന്നിരുന്നാലും ഒരു പ്രൈമറി സ്കൂൾ ടീച്ചറായി ജോലി ചെയ്തിരുന്ന ഒരു അനുഭവം വച്ചിട്ട് ഒരു കുട്ടികളോട് പറയുന്നത് പോലെ പറയുകയാണ്. എല്ലാവരും, തിരക്കുകളില്ലാത്തവരാരുമില്ല. എന്തെല്ലാം തിരക്കുകൾ ഉണ്ടെങ്കിലും ആ തിരക്കുകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നമ്മൾക്ക് ഇതൊരു അവസരമാണ്. ഇത് ഞാൻ എന്തായാലും നഷ്ടപ്പെടുത്തില്ല. ഇന്നിപ്പോൾ ഇവിടെ എല്ലാവരും ഒത്തുകൂടിയതുപോലെ നാളെ രാവിലെ ആചാര്യൻ പറയുന്ന സമയത്ത് തന്നെ എല്ലാവരും എത്തുക. എല്ലാവരും എത്തിയിട്ട് ആ രാവിലെ ചെയ്യുന്ന കാര്യങ്ങൾ ഗണപതി ഹവനം മുതലുണ്ട്. അത് അദ്ദേഹം വിശദമായി പറയും. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അനുഗ്രഹ പ്രഭാഷണമെന്നുമല്ല. ഓരോ രക്ഷിതാവും അടുത്ത തലമുറയെ വാർത്തെടുക്കുമ്പോൾ എന്തെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയും, അതിൻ്റെ ആദ്യ പണി ഇവിടെ നിന്നാണ്. നാമജപത്തിലൂടെയാണ് നമ്മളുടെ ദിവസങ്ങൾ തുടങ്ങിയിരുന്നത്. ആദ്യകാലത്തൊക്കെ നാമജപങ്ങൾ മാത്രമായിരുന്നു. നാമജപത്തിൽ നിന്നും കുറച്ചുകൂടി പടിപടിയായി നാമജപത്തിൽ ഒരു ചെറിയ വോൾട്ട് കറണ്ടാണ് പാസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് അത് നാമജപത്തിന്റെ അതിശക്തമായ തലത്തിലേക്ക് പോയി പാരായണങ്ങളായി. അതായത് രാമായണ പാരായണം, ദേവീ മാഹാത്മ്യ പാരായണം, ലളിതാ സഹസ്രനാമ പാരായണം, അങ്ങനെ വിവിധങ്ങളായ പാരായണങ്ങൾ തുടങ്ങി. വ്യാഴാഴ്ച ദിവസം വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യും, വെള്ളിയാഴ്ച ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യും, അതിന്റെ ശിവസഹസ്രനാമം ചിലപ്പോൾ പാരായണം ചെയ്യും, ഷഷ്ടി നാളിൽ ഷഷ്ടി യോഗം ചൊല്ലും, അല്ലെങ്കിൽ ഷഷ്ടി സഹസ്രനാമം ചൊല്ലും, അല്ലെങ്കിൽ മുരുകന്റെ സ്തുതികൾ ചൊല്ലും. ഇതിന്റെയൊക്കെ ലക്ഷ്യം നമ്മൾ ദൈവത്തോട് അടുക്കുകയാണ്. അതായത് നമ്മളെ രക്ഷിക്കാൻ, നമ്മളെ രക്ഷിക്കാൻ നമുക്ക് ശക്തി തരുന്നത് നമ്മളെ തിരിച്ചറിയാൻ, നമ്മളുടെ കഴിവുകൾ പൂർണ്ണമായി വിനിയോഗിക്കാൻ. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഉടനെ തന്നെ അയ്യോ ഇനി ഞാൻ തളർന്നു, ഇനി എനിക്കൊന്നും വയ്യ, ഉടനെ ആത്മഹത്യയിലേക്ക് പോകുന്ന ഏറ്റവും പരിതാപകരമായ ഒരു അവസ്ഥയിൽ നിന്നും ഈ സമൂഹത്തെ ഇന്ന് മുന്നണിയിലേക്ക്
മദ്രസകളോ സൺഡേ ക്ലാസ്സുകളോ ഒന്നുമില്ല. അപ്പം നമ്മൾ നമ്മുടെ വീടുകളിൽ നിന്നും ക്ഷേത്രങ്ങളിൽ നിന്നും കിട്ടുന്ന അറിവുകളേ ഉള്ളൂ നമ്മുടെ കുട്ടികൾക്ക്. അപ്പൊ ഉണരുമ്പോൾ മുതൽ, ഒരു കുട്ടി ഉണരുമ്പോൾ മുതൽ ആ കുട്ടിയിൽ എന്തൊക്കെ, എല്ലാം അമ്മയാണ്, എല്ലാം പെറ്റമ്മയാകുന്ന അമ്മയുടെ ശക്തി സ്വരൂപമാണ്. അമ്മ വിവിധ ഭാവത്തിൽ, വിവിധ രൂപത്തിൽ, വിവിധ ഭക്തിയുണ്ട്. അതൊക്കെ പറയും. കാരണം നമുക്കറിയാം, ചിങ്ങമാസം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിങ്ങമാസത്തിലെ സന്തോഷമാണ്. ഓണം 10 ദിവസം ആഘോഷങ്ങളാണ്. അത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എത്തുകയാണ് എന്തിലേക്ക്? കന്നിമാസം. കന്നിമാസം നവരാത്രിയുടെ വിശേഷമാണ്. ഇപ്പൊ അത് നമ്മൾ കൂടുതൽ കൂടുതൽ അറിഞ്ഞു തുടങ്ങി. നവദുർഗമാരെ പറ്റി അറിഞ്ഞു തുടങ്ങി. ദേവി മഹാത്മ്യത്തിൽ 9 ദുർഗാഭാവത്തെയും കുറിച്ച് വർണ്ണിച്ചിട്ടുണ്ട്. അങ്ങനെ ആ 9 ദുർഗാമാരെ കുറിച്ചും അറിഞ്ഞ്, ഇനി അതറിയാത്തവർ ആദ്യത്തെ 3 ദിവസം കാളി ദേവിയെ പ്രാർത്ഥിക്കുന്നു, പിന്നെ 3 ദിവസം സരസ്വതി ദേവിയെ പ്രാർത്ഥിക്കുന്നു, അവസാന 3 ദിവസം ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നു. കാളിയമ്മയെ പ്രാർത്ഥിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിലെ ദോഷങ്ങൾ മുഴുവൻ മാറുകയാണ്. അത് കഴിഞ്ഞിട്ട് ദോഷങ്ങളെല്ലാം മാറിക്കഴിയുമ്പോഴാണ് നമ്മൾക്ക് സമ്പത്ത് വന്നു ചേരുന്നത്. ദോഷങ്ങൾ മാറി സമ്പത്ത് വന്നു ചേർന്നാൽ ആ സമ്പത്ത് എങ്ങനെ വിനിയോഗിക്കണമെന്ന് പിന്നീടുള്ള 3 ദിവസങ്ങളിൽ ഞാൻ വേണ്ടത്ര അറിവ് തരുന്നത് സരസ്വതി ദേവിയാണ്. അപ്പൊ 9 ദിവസത്തെ ദേവി മഹാത്മ്യ പാരായണം അല്ലെങ്കിൽ നവരാത്രിയോട് ചേർന്ന്, നവരാത്രി അത് തന്നെയാണ് അതിൻ്റെ കുറെ കൂടി. അതിലൊരു 700 ശ്ലോകങ്ങളുള്ള മാർക്കണ്ഡേയ പുരാണത്തിൽ ഒരു ചെറിയ പുസ്തകമാണ് ദേവി മഹാത്മ്യം. അങ്ങനെ ഒരു പുസ്തകം കയ്യിലുണ്ടെങ്കിൽ ഒരു കള്ളനെയും പേടിക്കേണ്ട, ഒരു ബാധയും വരില്ല എന്നാണ് വിശ്വാസം. എല്ലാ വീടുകളിലും സൂക്ഷിക്കുന്ന ഒരു ചെറിയ പുസ്തകമാണ് ദേവി മഹാത്മ്യം. 50 രൂപയ്ക്കും 20 രൂപയ്ക്കും കിട്ടുന്ന ഒരു പുസ്തകമാണ്. 700 ശ്ലോകങ്ങളുള്ള സപ്തശ്ലോകി എന്ന് പറയുന്ന, ഞാനിത് നവാഹയജ്ഞത്തിന്റെ തുടക്കം പറയുകയാണ് കേട്ടോ. ആദ്യം നമ്മൾ എത്തിയത് നാമജപത്തിലൂടെയാണ്. ചെറിയ ചെറിയ നാമങ്ങൾ. ഉണരുമ്പോൾ എല്ലാ കുട്ടികളും എഴുന്നേറ്റ് ആദ്യം അമ്മമാർ അത് ശീലിപ്പിക്കുകയാണ്. കൈകളിലേക്ക്, നമ്മുടെ കൈകളാണ് എല്ലാം. പരിശ്രമം ചെയ്യുമെങ്കിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാം കൈകൾ നൽകിയത്രേ മനുഷ്യനെ പാരലയച്ച ദേശമാണ്. അപ്പൊ അങ്ങനെ എന്തും പരിശ്രമിച്ചാൽ വിജയത്തിൽ എത്തിക്കാൻ കഴിവുള്ള നമ്മുടെ ആ ദീർഘങ്ങളായ കൈകളെ കിടക്കപ്പായിൽ ഇരുന്നുകൊണ്ട് തന്നെ ഒന്നിങ്ങനെ നോക്കിയിട്ട്, കരാഗ്രേ വസതേ ലക്ഷ്മി, കരങ്ങളുടെ അഗ്രങ്ങളിൽ വസിക്കുന്ന മഹാലക്ഷ്മിയെ. മഹാലക്ഷ്മി എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇപ്പൊ തൊട്ടാണ്, ദീപ്യാണ്. വിരൽത്തുമ്പോഴൊന്ന് തൊട്ടാൽ പണം എവിടേക്കും പോകും, വരികയും ചെയ്യും, അതുപോലെ ചിലപ്പോ പോവുകയും ചെയ്യും. അപ്പൊ കരങ്ങളുടെ അഗ്രങ്ങളിൽ വസിക്കുന്ന മഹാലക്ഷ്മിയെയും കരമധ്യത്തിൽ വസിക്കുന്ന സരസ്വതി ദേവിയെയും, നമ്മുടെ ജ്ഞാനം എവിടെ എന്ത് ചെയ്യണം, എപ്പോൾ എന്ത് ചെയ്യരുത്, എപ്പോൾ എന്ത് ചെയ്യാം, അരുത് എന്നുണ്ടെങ്കിൽ അരുത്, പറ്റില്ല എങ്കിൽ പറ്റില്ല എന്ന് പറയാനുള്ള ഒരു കഴിവുണ്ടാവണം. നോ പറയുന്നിടത്ത് നോ പറയുവാനുള്ള ഒരു കഴിവ് നേടിക്കൊടുക്കണമെങ്കിൽ നമുക്ക് ജ്ഞാനം ഉണ്ടാവണം. ആ ജ്ഞാനം തരുന്ന സരസ്വതി ദേവിയെ കരമധ്യത്തിലാണ്. കരമധ്യേ സരസ്വതി കരമൂലേ സ്ഥിതേ ഗൗരി. കരങ്ങളുടെ മൂലങ്ങളിലായി എന്തും ചെയ്യാൻ ശക്തി തരുന്ന, പവർ തരുന്ന ആ പാർവതി ദേവിയെ, ആ ഗൗരിയെ നമ്മൾ ഓർക്കുകയാണ്. അപ്പൊ 3 ദേവിമാരെയും വിളിച്ചുകൊണ്ടാണ് നമ്മൾ നമ്മളുടെ ഒരു ദിവസം, നമ്മൾ അങ്ങനെ തുടങ്ങുമ്പോൾ നമ്മൾ നമ്മുടെ കുട്ടികളെ സ്കൂളിൽ പോണ സമയമാകുമ്പോഴേക്ക് എഴുതിച്ചിട്ട് കുറെ ദേഷ്യപ്പെട്ടുകൊണ്ട് എണീക്കില്ലേ എന്ന് പറയാതെ സ്നേഹമസൃണമായി വിളിച്ചുണർത്തി. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കാൻ നമുക്ക് കഴിയുന്നത് പോലെ മറ്റാർക്കും കഴിയില്ല. അവന്റെ ബാലപാഠങ്ങളെല്ലാം വീട്ടിൽ നിന്നാണ്. ഒരു കുട്ടി സ്കൂളിൽ പോയി തുടങ്ങിയ 3 വയസ്സ് കഴിയണം ഏതെങ്കിലും വിദ്യാഭ്യാസം നേടാനായിട്ട് ഉണ്ടാക്കാൻ. അതിനു മുമ്പുള്ള അറിവുകൾ മുഴുവൻ കിട്ടുന്നത് 24 മണിക്കൂറും ഒരു വീട്ടിലുള്ളത് 3 വയസ്സ് വരെ മാത്രം, അല്ലെങ്കിൽ 2.5 വയസ്സ് വരെ. ആ സമയത്ത് അടിസ്ഥാനപരമായി കുട്ടികളിൽ ശീലങ്ങൾ
വലത്തോട്ട് തിരിഞ്ഞ എളുപ്പ ഭൂമിദേവിയെ ഒന്ന് സർവം സഹിക്കുന്ന എല്ലാം സഹിക്കുന്ന ഭൂമിദേവിയെ ഒന്ന് തൊട്ട് തൊഴുതുകൊണ്ടാവട്ടെ. അപ്പൊ അമ്മ ചെയ്തു കാണിക്കണം, അപ്പോഴാണ് മക്കൾക്കത് മനസ്സിലാവുക. സമുദ്രവസനേ ദേവി പർവ്വതസ്ഥനമണ്ഡിതേ ഹരിപ്രിയേ നമസ്തുഭ്യം പാദസ്പർശം ക്ഷണസ്യമേ. അമ്മേ, ഞാൻ എൻ്റെ കാലുകൊണ്ട് അമ്മയെ ചവിട്ടാൻ പോവുകയാണ്. ഇനി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ ദിവസം ഉണർന്നു ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാനാണ് എൻ്റെ വീട്ടിലെ റാണി. എൻ്റെ കുട്ടികൾക്ക് ആവശ്യമായ ഭക്ഷണം ഉണ്ടാക്കണം, അവർക്ക് അത് കൊണ്ടുതരുന്ന അവരുടെ അച്ഛനെ നോക്കണം, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ ആ നിമിഷം കൊണ്ട് അമ്മ ഇത് ചെയ്ത് ശീലിച്ച് മക്കളെ സമയത്ത് വിളിച്ചുണർത്തുന്നതിന് മുമ്പ് തന്നെ അമ്മ ഇത് ചെയ്യുന്നു. അവിടെയും എന്താണ്, സന്ധ്യാനാമം ചെല്ലുന്നതിന് മുമ്പ് പുലർച്ചയിൽ തുടങ്ങുകയാണ് ഭൂമിദേവിയെ വന്ദിക്കാൻ. ഈ ഭൂമിദേവിയെ വന്ദിക്കുന്നത് പോലെ തന്നെ വളരെ പ്രാധാന്യമാണ് മുതിർന്നവരെ ബഹുമാനിക്കാൻ പഠിക്കുക. മുതിർന്നവരാര് വന്നാലും ഒന്ന് ശക്കലം ഒന്ന് ആസനം പൊക്ക്, ഒരു ബഹുമാനം. കാരണം നമ്മുടെ വീട്ടിൽ വരുന്നവരാരും ആവട്ടെ, അവരെ ബഹുമാനിക്കാൻ കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. അവര് ആരെങ്കിലും വരുമ്പോൾ നമ്മളൊന്ന് എഴുന്നേറ്റാണ് ടി വി കണ്ടോളും, ടി വിയിലെന്തെങ്കിലും വേണ്ട പ്രധാനപ്പെട്ട ഭാവമാണ് ഈ ഒപ്പം അതും ചെയ്യാറില്ല എന്ന് പറഞ്ഞ് ഇരിക്കാതെ തുടങ്ങുക. അപ്പോൾ അവിടെ അങ്ങനെ ഓരോ സ്റ്റെപ്പിലും രണ്ടാമത്തേത് ഇത് കഴിഞ്ഞു, എഴുന്നേറ്റു, തൊട്ടു തൊഴുതു, പിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. കുളിക്കാനായിട്ട് അല്ലെങ്കിൽ ഉമ്മറപ്പടിയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട്, അടിക്കില്ല രാവിലെ, ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് വിളക്ക് തെളിക്കണമല്ലോ. അപ്പൊ ദീപം തെളിക്കുന്നതിന് മുമ്പേ, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ ദീപം തെളിക്കുന്നതാണ് പറയുന്നത്. കാരണം ഉദയസൂര്യന്റെ കിരണങ്ങൾ ഏറ്റുവാങ്ങാണ്. അപ്പൊ ആ ഇതിനു മുമ്പായിട്ട് കുളിക്കാൻ പറ്റുന്നവർ കുളിക്കും, അല്ലാത്തവർ കയ്യിൽ മുഖമൊക്കെ കഴുകുന്നതിന് വെള്ളമെടുക്കും. ആ വെള്ളം എടുക്കുമ്പോൾ തന്നെ ആ വെള്ളത്തെ ഗംഗാജലമായി, സപ്ത നദികളിലെ ജലമായി കാണുകയാണ്. ഗംഗേ യമുനേ ചൈവേ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധം കുരു. അവിടെ ആ 7 പുണ്യ നദികളിലെയും പുണ്യ തീർത്ഥങ്ങൾ കൊണ്ടാണ് ഞാൻ എൻ്റെ കൈയും മുഖവും ഒക്കെ ശുദ്ധമാക്കിയത്, അല്ലെങ്കിൽ എൻ്റെ മക്കളെയും ഞാൻ ശുദ്ധമാക്കുന്നത്. കുളിക്കുകയാണെങ്കിൽ നമ്മൾ ആ കുളിമുറിയിൽ ചെന്ന് വെള്ളം കുളിച്ചു കഴിയുമ്പോൾ നമ്മളുടെ പൂർവികരെ സ്മരിച്ചുകൊണ്ട് നമുക്ക് നല്ലത് ചെയ്തതും ദോഷം ചെയ്തതുമായ ആരൊക്കെ ആയിക്കോട്ടെ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ലളിതാ സഹസ്രനാമത്തിലെ സ്വധ എന്ന് പറയുന്ന ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് കൈക്കുടലയിൽ വെള്ളമെടുത്ത് തർപ്പണം ചെയ്യാം. അത് നമുക്ക് അത്രേ അറിയുന്നത് നമ്മൾ ജീവിച്ചിരിക്കാൻ കാരണക്കാരായത് നമ്മുടെ അച്ഛനും അമ്മയും അവരുടെ പൂർവികരുമാണ്. പൂർവികമായ അറിവുകൾ നമ്മളിലൂടെ അടുത്ത തലമുറയിലേക്ക് കൊണ്ടുപോകണം. ലളിതാ സഹസ്രനാമത്തിലെ വരിയാണ് സ്വധ. അപ്പൊ ആ അമ്മയെ, അത് നമ്മുടെ ശത്രുവാണെങ്കിൽ പോലും മരണപ്പെട്ടവർ അവർക്ക് മോക്ഷം കിട്ടണം. അപ്പോഴാണ് നമുക്ക് ഉണ്ടാവുന്നത്. ഇങ്ങനെ ഓരോ ദിവസവും തുടങ്ങുമ്പോൾ മുതൽ, അത് കഴിഞ്ഞാൽ കുളി കഴിഞ്ഞു വന്നു ഉടനെ തന്നെ തുളസി. വിഷ്ണു ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് തുളസി. അപ്പൊ ആ തുളസിക്ക് നമഃ തുളസി സർവജ്ഞേ പുരുഷോത്തമ വല്ലഭേ പാഹിമ സർവപാപേയ സർവസമ്പദായി. ലോട്ടറി ടിക്കറ്റിന്റെ പറയോ ഓടിക്കോ, പക്ഷെ അതിനു മുമ്പ് രാവിലെ തുളസിക്കൊരു വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഒരു തുളസിക്കൊരു പ്രദക്ഷിണമൊക്കെ വെച്ചിട്ട് ലോട്ടറി കിട്ടുമോ രക്ഷപ്പെടുകയോ ഒക്കെ ചെയ്യട്ടെ. പക്ഷെ നമുക്ക് ചെയ്യാവുന്ന, ലോട്ടറി കിട്ടാനൊരു ഭാഗ്യം വേണ്ടേ, ആ ഭാഗ്യം ഉണ്ടാവാൻ നമ്മൾക്ക് ചെയ്യാവുന്നത് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യണം. നമ്മൾ ചെയ്തു കഴിയുമ്പോൾ ഇത് നമ്മുടെ തലമുറകളും ചെയ്യും. കാരണം ഇത് ഒരു കാലഘട്ടത്തിൽ, എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത്, ദാരിദ്ര്യത്തിന്റെ അറ്റമുള്ള കാലത്ത് ശബരിമല കാലം വന്നാൽ ഏറ്റവും സന്തോഷം. ഞാൻ ഇല്ലായ്മകളൊന്നും പറയാൻ വന്നതല്ല കേട്ടോ, എന്നാൽ ഇങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ ബോറടിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് പറയണ്ടേ. ഇത് ഒട്ടും കള്ളമല്ല, ശരിക്കും ഉണ്ടായ അനുഭവമാണ്. ശബരിമല കാലം വന്നാൽ ഭയങ്കര സന്തോഷമാണ്. എന്താ ശരണം വിളിക്കാം. കെട്ടുനടയുള്ള വീടുകളിലൊക്കെ പോയാൽ വലിയ സന്തോഷമാണ്. ഹരിഹരയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പോ പൊന്നമ്പല വാസനേ ശരണമയ്യപ്പോ
ശർക്കരയും പഴവും അതൊരു വലിയ അനുഭൂതിയായിരുന്നു. കാരണം ദാരിദ്ര്യം, എനിക്ക് 66 വയസ്സായിട്ട് ഞാൻ ഇപ്പൊ അദ്ദേഹം പറഞ്ഞ പോലെ ദേവസ്വം ബോർഡിലെ ഒരു സാധാരണക്കാരൻ, എൻ്റെ അച്ഛൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഒരു സാധാരണ തകിൽ വിദ്വാനായിരുന്നു. അദ്ദേഹത്തിന്റെ ശമ്പളം കൊണ്ട് വേണം ഞങ്ങൾ കുറേ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ കുറേ പേര് ജീവിച്ചു പോകണം. അപ്പോൾ പലപ്പോഴും ഭക്ഷണത്തിന് വകയുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ഈ വിശേഷങ്ങളായിരുന്നു ജീവിക്കാൻ പ്രേരിപ്പിച്ചത്. അതുപോലെ വൈകുന്നേരം അമ്മ ഭക്ഷണം വിളമ്പണതിന് മുമ്പ് നാമജപം പൂർത്തിയാവണം. അന്ന് 16 256 വരെ ജപിച്ചു കഴിയണം. എഞ്ചുവടി ചൊല്ലണം, നക്ഷത്രം അശ്വതിഭരണീകാരോഹിമകയിലും തിരുവാതിര, അങ്ങനെ 27 നക്ഷത്രം പറയണം, ന്യായത്തിങ്കൾ ചൊവ്വാബുധൻ അത് പറയുന്നു. എല്ലാം പറഞ്ഞു നമുക്ക് അറിയാവുന്ന കീർത്തനങ്ങളൊക്കെ ചൊല്ലിക്കഴിഞ്ഞാലാണ് ഈ വെളിച്ചത്ത് മണ്ണെണ്ണ വിളക്കല്ലേ ഉള്ളൂ, ഒരു ശകലം നേരെയൊക്കെ ഉണ്ടാവുള്ളൂ. കാരണം അത്രയ്ക്കൊന്നും കിട്ടില്ല. എന്നിട്ട് വിളമ്പി കഴിയുമ്പോൾ ഞാനാണെങ്കിൽ ഇങ്ങനെ നോക്കും. പണ്ടേ ഈ രൂപം പോലെ തന്നെയാണ്, നല്ല വിശപ്പാ. അപ്പൊ എന്ത് ചെയ്യും, വിളമ്പുമ്പോഴേ ഞാനിങ്ങനെ നോക്കും ഏത് ഈ കവളിക്കിണ്ണത്തിൽ ഒരു ഇത്തിരി ചോറ് വിളമ്പുള്ളൂ. കാണുമ്പോഴേ തന്നെ ഒട്ടും തികയില്ലല്ലോ, ഓ ഇത് ആർക്കാ കൂടുതലുള്ളതെന്ന് നോക്കും. ഇതൊക്കെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാണ്. ഏത് ദേവീക്ഷേത്രത്തിലും താലപ്പൊലിക്ക് ഞാൻ പോകും. എന്താണെന്നറിയോ, രാത്രി പകലൊന്നുമില്ല, എൻ്റെ കൂടെ എല്ലാവരും വരും. കാരണം ഞാൻ നന്നായി കൊരവയിടുമായിരുന്നു, നന്നായി ശരണം വിളിക്കുമായിരുന്നു. ശബ്ദം അന്നും ഇന്നും ആവശ്യത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് എന്തിനാ ഈ താലപ്പൊലി കഴിയുമ്പോൾ കുറച്ച് പായസം കിട്ടും. പിന്നെ രാത്രി പകൽ താലപ്പൊലിക്ക് പായസം മാത്രമേ കിട്ടുള്ളൂ. രാത്രി താലപ്പൊലിയാണെങ്കിൽ തേങ്ങാമുറിയിൽ എണ്ണ ഒഴിച്ചിട്ടാണ് താലം. അപ്പൊ ആ തേങ്ങാമുറി നമുക്ക് വീട്ടിലേക്ക് ഉണ്ടാകും. വീട്ടിലെത്തണമെങ്കിൽ അതിൻ്റെ അരി മുഴുവനും കായ്ക്കാതെ തിരിച്ചിട്ടുണ്ടാവും. പിന്നെ പായസവും കിട്ടും. തൊട്ടടുത്ത് ഞാൻ വെച്ചത്തുകാരിയാണ്. എനിക്ക് അമ്പലത്തിലെ ഉത്സവം പറഞ്ഞാൽ ഏറ്റവും സന്തോഷം എന്താണെന്നറിയോ? കാരണം 11ാം ഉത്സവം, വൈക്കത്തമ്പലത്തിലെ 11ാം ഉത്സവം എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം. കാരണം അന്ന് കൊണ്ടുപോകുന്ന പാത്രം നിറച്ചു ചോറ്. അന്ന് ജീവനക്കാർക്ക് ഇന്ന് ഭക്ഷണത്തിന് എന്തെങ്കിലും കുറവുണ്ടോ, ദാരിദ്ര്യം എന്ന് പറയുമ്പോൾ ദാരിദ്ര്യമുണ്ടോ? ഇതൊക്കെ അമ്മയെ നിരന്തരം വിളിച്ച് വിളിച്ച് നമ്മളുടെ പൂർവികരും ഋഷിമാരും ഓരോരുത്തരും പ്രാർത്ഥിച്ച് നേടിയെടുത്ത ജ്ഞാനം കൊണ്ടാണ് നവാഹയജ്ഞങ്ങളും ഭാഗവത യജ്ഞങ്ങളും മറ്റ് പുരാണങ്ങളും രാമായണ പാരായണവും ദേവി മഹാത്മ്യ പാരായണവും അഖണ്ഡനാമജപവും എന്നെല്ലാമാണ്. ഇന്ന് ക്ഷേത്രങ്ങളിൽ ഇല്ലാത്തത് എന്താണ്? എല്ലാ ക്ഷേത്രങ്ങളിലും അന്നദാനമാണ്. പണ്ട് ഷഷ്ടിക്ക് തിരിച്ചോണം, അല്ലെങ്കിൽ ഉത്സവത്തിന് കിട്ടും, അതായിരുന്നു അന്ന്. പക്ഷെ അന്ന് ജപിക്കുന്ന നാമങ്ങൾക്കൊക്കെ അർത്ഥമുണ്ടായിരുന്നു. കടതരം വിശപ്പിന്റെ വിളിയാണ്. ആ വിളിയിൽ തെറ്റില്ല. കാരണം ആരെങ്കിലും നോക്കി വെക്കുമല്ലോ. അപ്പൊ നന്നായിട്ട് നാമം ജപിക്കാൻ കുട്ടി അപ്പയ്ക്ക് ഒരു പിടി കൂടെ കൊടുത്തേക്കാം, ഒരിത്തിരി അതുകൂടെ കൂടുതൽ കൊടുത്തേക്കാം എന്ന് വിചാരിച്ച് ഞാൻ പറയുന്നതിന്റെ അർത്ഥം ഇല്ലായ്മയോ അല്ലായ്മയോ ഒന്നും പറയല്ല. അതൊക്കെ അമ്മ എന്നോ മാറ്റി. ഇന്ന് ഇഷ്ടം പോലെ കഴിക്കാൻ വയ്യായിരുന്നു. പ്രഷറും ഷുഗറും ഒക്കെ കൂടെ വന്നിട്ട് 66 വയസ്സല്ല, എന്നേക്കാൾ പ്രായം എത്തിയെന്ന് എനിക്ക് തോന്നുന്നവര് മാന്യമായി നിന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് വയ്യ കേട്ടോ, എനിക്ക് ഇരിക്കണം എന്ന് പറയേണ്ട ഒരു ഗതികേടാ. കാരണം കണക്കിട്ട് കഴിച്ചു കൂട്ടി. ജോലി കിട്ടിയാൽ ആദ്യം ഒരു ചാക്ക് അരി മേടിക്കണമെന്നായിരുന്നു വിചാരിച്ചത്. അപ്പം ഞാൻ പറയുന്നതിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കൂ. ഓരോ അന്ന് പാടിയ കീർത്തനങ്ങൾ, അന്ന് പറഞ്ഞ ഞാൻ എപ്പോഴും എഴുതുമായിരുന്നു. നാമം ഇങ്ങനെ എഴുതുമായിരുന്നു. ലിഖിത നാമത്തിന് ഒരുപാട് ശക്തി കൂടുതലാണ് പറയുന്നത്. ജപിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ മാറിപ്പോ, പക്ഷെ എഴുതുമ്പോൾ ശ്രദ്ധ മാറില്ല. കാരണം മാറിയാൽ നമുക്കത് കഴിയും. നമശിവായ എന്ന് എഴുതുമ്പോൾ നമശിവായ തന്നെയാണ്, വേറെ ഒന്നും അവിടെ വരില്ല. അപ്പൊ നമ്മുടെ ദൃഷ്ടിയുണ്ട്. അപ്പൊ പറയുകയും കാണുകയും പിന്നെയോ നമ്മൾ മനസ്സുകൊണ്ട് ഉച്ചരിക്കുകയും കാണുകയും അവിടെ ചെയ്യുന്നതുകൊണ്ട് ലിഖിത ജപത്തിന് അർത്ഥം കൂടുതലാണ്. അറിവുള്ളിടത്തോളം കാലം പറ്റുന്നത്രയും കീർത്തനങ്ങൾ ഇങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ ദാനം കൊടുക്കുമായിരുന്നു. ബുക്ക് മേടിച്ച അപ്പൊ തന്നെ. അതാണ് ബാബുറാം പറഞ്ഞത്, മൂകാംബികയെ ഉപാസിച്ചു എന്ന് പറഞ്ഞ ഉപാസനയല്ല, കളം കൊണ്ട് എല്ലാവരെയും സഹായിച്ച് കളം വന്നു. നിവൃത്തിയില്ലാതെ അമ്മയുടെ അടുത്ത് ചെന്നു, അമ്മേ നീ കടക്കടിന്ന് രക്ഷിക്കണേ. എന്തോ അമ്മ വിളി കേട്ടു. കടമെല്ലാം വീടി
രക്ഷപ്പെട്ടു. പക്ഷെ അത് നമുക്കൊരു അനുഭവമായി. അങ്ങനെയാണ് അമ്മയിലേക്ക് ലയിച്ചു ചേർന്നത്. മാസത്തിൽ ഒരു പ്രാവശ്യം, ഇപ്പൊ അത് വർഷത്തിലേക്കൊക്കെ ആയിട്ടോ. പക്ഷെ എന്നാൽ പോലും ഓരോ ദേവിമാരെയും വിളിക്കുമ്പോൾ, അമ്മേ എന്ന് വിളിക്കുമ്പോൾ അറിയാതെ അറിയാതെ ദേവി നമ്മളിലേക്ക് ഇങ്ങനെ അലിഞ്ഞു ചേരുന്നത് പോലെയാണ്. ഒരു സാധാരണക്കാരന്റെ ഭാര്യയായിരുന്നു എൻ്റെ അമ്മ. ഭയങ്കര ഈശ്വര വിശ്വാസം, എഴുത്തും വായനയും അധികം പഠിച്ചിട്ടില്ലാത്ത അമ്മ രാമായണം വായിക്കുന്നതും നാമം ചൊല്ലുന്നതും പൂജ ചെയ്യുന്നതും. പൂജ എന്ന് പറയുന്നതോ എല്ലാ ചെടികളിൽ നിന്നും പൂക്കൾ പറിച്ച് വൈകിട്ട് തട്ടത്തിൽ വിളക്കിൽ വെച്ച് അമ്മ അവിടെ ഇരുന്ന് നാമം ജപിക്കും. അതായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്പാദ്യം. ഇല്ലായ്മകളിലും വല്ലായ്മകളിലും എല്ലാം മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരിൽ ദൈവാധീനം വളർത്തിയത് കൊണ്ട് ഞങ്ങൾ 7 മക്കളും ഞങ്ങളുടെ അമ്മയുടെ സഹോദരി മരിച്ചുപോയി അവരുടെ കുട്ടികളെയും എല്ലാവരെയും രക്ഷിക്കാൻ SSൽ ഇരുന്ന് മോളിലിരുന്ന് എൻ്റെ അമ്മ ഇതെല്ലാം കേൾക്കുന്നുണ്ടാവും. ആ അമ്മ തന്ന ആ അറിവ് ഇപ്പൊ എനിക്ക് ഇങ്ങനെയൊക്കെ ഒരു പ്രഭാഷണത്തിന് വിളിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം തരും. ഇതൊക്കെ അമ്മ കേൾക്കുന്നുണ്ടാവില്ലേ? അമ്മയുടെ മോൾ ഇങ്ങനെ വിശപ്പൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പോഴും ദേവിയുടെ കാര്യം പറയാനാവുന്നുണ്ടല്ലോ. ഇതൊരു വലിയ അറിവാണ്, വലിയ അറിവാണ്. ഓരോ ദിവസവും അമ്മയെ വിളിക്കുന്നതോറും നമ്മുടെ ആരൊക്കെയോ ആയി തീരുകയാണ്. വിഷമം വരുമ്പോൾ നിങ്ങളൊരു പേപ്പറിൽ നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം എഴുതും, അല്ലെങ്കിൽ നിങ്ങളുടെ സങ്കടങ്ങൾ മുഴുവൻ എഴുതും. എഴുതി 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 അമ്മയ്ക്ക് ഇങ്ങനെ എഴുതുമ്പോൾ കണ്ണുനീര് കൊണ്ട് ചിലപ്പോൾ ആ പേപ്പർ നനഞ്ഞു പോയിട്ടുണ്ടാവും. പക്ഷെ ആ എഴുതി തീർത്ത കടലാസ് എടുത്തു വച്ചിട്ട് അവിടേക്ക് ഈ കണ്ണുനീരൊക്കെ വീണ് കഴിയുമ്പോൾ നമ്മുടെ എല്ലാം എഴുതി തീർന്ന അമ്മയ്ക്ക് നമ്മൾ സമർപ്പിക്കണം. നമ്മുടെ മനസ്സിൽ എഴുതി തീർന്ന അമ്മ ഇതെല്ലാം വായിച്ചു എന്ന് വിശ്വസിക്കുമ്പോൾ ആ കാര്യത്തിന് അവിടെ ഒരു തീരുമാനം ഉണ്ടാവുകയാണ്. ഇത് സത്യമാണ്. നിങ്ങൾ പരീക്ഷിച്ചു നോക്കൂ. പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ നേരിടാൻ ശ്രമിക്കാതെ ഒളിച്ചോടരുത്. ഏതൊരു പ്രതിസന്ധികൾ വരുമ്പോഴും ഇതുപോലെയുള്ള നവാഹയജ്ഞ സമയത്തും അതുപോലെ തന്നെ ഭാഗവത യജ്ഞത്തിലും നാമജപത്തിലും ഭജനകളിലും ഒക്കെ പങ്കെടുക്കൂ. രാവിലെയോ വൈകുന്നേരമോ കൃത്യം ക്ഷേത്രങ്ങളിൽ വന്ന ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് വൈബ്രേഷൻസ് ആണ്, എനർജിയാണ്, പോസിറ്റീവ് എനർജിയുടെ ആലൊക്കെ ഉണ്ടെങ്കിൽ പറയണ്ട. ആ പോസിറ്റീവ് എനർജി അവിടെ വന്നിട്ട് ഒരു ഇത്തിരി നേരം സംരംഭടിയിരിക്കുകയോ കാലിരിക്കുകയോ ചെയ്യാം. കാരണം നമ്മളുടെ കുണ്ഡലീന ശക്തി ഉണരണം. കുണ്ഡലീന ശക്തി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിലത്തിരിക്കുമ്പോ ഈ ശീർഷാസനം അവിടെ മുടങ്ങി തുടങ്ങുകയാണ്. 7 ചക്രങ്ങളും ഈ കറണ്ട് പാസ് ചെയ്യുന്നത് പോലെ നമ്മളുടെ ദോഷങ്ങൾ മാറി അവിടെ എനർജി സംഭരിക്കപ്പെടുകയാണ്. രോഗങ്ങൾ മാറുകയാണ്, അജ്ഞാനം മാറുകയാണ്, അറിവില്ലായ്മ മാറുകയാണ്, പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാവുകയാണ്. എല്ലായ്പ്പോഴും നടയടച്ച് തുറക്കുന്ന സമയത്ത് ഒരു 5 പ്രാവശ്യം വായിച്ചു നോക്കുമായിരിക്കും. തുറക്കോ ഇപ്പൊ തുറക്കോ ഇപ്പൊ തുറക്കോ എന്ന് അക്ഷമരായിട്ടാണെങ്കിലും നട തുറക്കുന്ന സമയത്ത് ക്ഷേത്രത്തിന്റെ തിരുനടയിൽ അല്പം സൈഡിലേക്ക് മാറി നിന്നുകൊണ്ട് ആ നട തുറക്കുന്ന സമയത്ത് നാമജപത്തോടുകൂടി നീ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണെങ്കിൽ പോലും നിങ്ങൾ ഒന്ന് തൊഴുതു നോക്കൂ. ഒരു 7 ദിവസം നിർമ്മാല്യം, അല്ലെങ്കിൽ ഒരു 41 ദിവസം, അല്ലെങ്കിൽ 12 ദിവസം, അല്ലെങ്കിൽ 1 ദിവസം, അല്ലെങ്കിൽ 1 മണിക്കൂർ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. ഇത് അനുഭവമാണ്. 66 വയസ്സെത്തിയ ശൂന്യതയിൽ വട്ടപൂജ്യത്തിന്റെ അപ്പുറത്ത് ആരോക്കെ ഇട്ട ഒന്നുകളാണ് ഇന്ന് എന്നെ ഇവിടെ എത്തിച്ചത്. വെറുമൊരു വട്ടപൂജ്യമായിരുന്ന ആ പൂജ്യത്തിന്റെ ഇപ്പുറത്ത് ആരോ ഒന്നുകളിട്ടു, അതിന്റെ സംഖ്യകളിട്ടപ്പോൾ മൂല്യമായി. അത് എന്റെ പ്രാർത്ഥനകളാവാം, അല്ലെങ്കിൽ എനിക്ക് അമ്മയോടുള്ള വിശ്വാസമാവാം. അമ്മ എന്ന് പറഞ്ഞാൽ പറഞ്ഞില്ലേ, ആ അമ്മയ്ക്ക് പകരം ഈ ലോകത്തൊന്നുമില്ല. കാരണം ശിവഭഗവാനുണ്ട്, വിഷ്ണു ഭഗവാനുണ്ട്, അതുപോലെ തന്നെ മുരുകനുണ്ട്, പ്രഥമഗണനീയനായ ഗണപതിയുണ്ട്, അയ്യപ്പസ്വാമിയുണ്ട്. എല്ലാവരും ഇതൊക്കെ പ്രത്യക്ഷ പേരുകൾ പറയുന്നു. കേരളത്തിൽ നമുക്ക് ഹിന്ദുക്കൾക്ക് 33 കോടി ദേവതകളാണുള്ളത്. കാരണം എന്താ പറയുക, ഏതിനെയും സ്വീകരിക്കൂ. നിങ്ങൾക്ക് സ്വീകാര്യമായത് ജപിച്ച് നമ്മൾ അതിനെ ഉപാസന ചെയ്ത് നിങ്ങൾ ഏതാണോ സ്വീകാര്യമായത് അത് സ്വായത്തമാക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് മാത്രമേ ഉള്ളൂ.
ഒന്നും ആരും നമ്മളെ നിർബന്ധിക്കുന്നില്ല. നമ്മളുടെ അനുഭവമാണ് നമ്മൾക്ക് എല്ലാ ശക്തിയും നൽകുന്നത്. ഞാൻ ഇപ്പോഴും പറയുന്നു, ഈ 9 ദിവസം ഇവിടെ ഈ നവാഹ യജ്ഞത്തിൽ ആചാര്യൻ രാവിലെ ചൊല്ലിത്തരുന്ന എല്ലാ സ്തുതികളും, ആ സ്തുതികൾ അദ്ദേഹം പറയും, ആ എല്ലാ സ്തുതികളും എല്ലാവരും ഏറ്റു ചൊല്ലണം. നിങ്ങളുടെ കുട്ടികളെ, പരീക്ഷയാണ്, എനിക്കറിയാം, ഞാൻ ടീച്ചറായതുകൊണ്ട് ക്രിസ്മസ് ഹാഫ് ഇയർലി പരീക്ഷയാണ്, സമയമില്ല, എല്ലാം അറിയാം. 26-ാം തീയതി വരെയാണ് ഇവിടുത്തെ പാട്ടുതാലപ്പരി മഹോത്സവം, 24-ാം തീയതി വരെയാണ് നമ്മുടെ നവാഹ യജ്ഞം. അപ്പൊ തീർച്ചയായിട്ടും 25-ാം തീയതി ക്രിസ്മസിന്റെ എല്ലാ പരീക്ഷയും തീർന്നിട്ടുണ്ടാവും. അപ്പൊ പറ്റുന്നത്രയും സമയം, ബാക്കി അമ്മ ഒരു ചോദ്യത്തിന് ഉത്തരമേ പഠിച്ചുള്ളെങ്കിലും ആ പഠിച്ച ഉത്തരം വേണ്ട രീതിയിൽ നമുക്ക് പ്രകാശിപ്പിക്കാൻ കഴിയണമെങ്കിൽ അമ്മ കഴിയണം. അമ്മ ജ്ഞാനസ്വരൂപിണിയാണ്. ഇച്ഛാശക്തിയും കർമ്മശക്തിയും എല്ലാം തരുന്ന ജ്ഞാനസ്വരൂപിണിയായ ആ അമ്മയുടെ ആ ഇതൊക്കെ ഭാഗ്യമല്ലേ. ഈ ഒരു ഗ്രാമത്തിൽ ഇതുപോലൊരു സൗകര്യം കിട്ടി. അപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ 1 മണിക്കൂറെങ്കിലും ഉള്ളിരിക്കാൻ പറ്റുന്നവരെല്ലാം ഇരിക്കണം. കുറച്ചു നേരമെങ്കിലും ആ രാവിലത്തെ ആ ചടങ്ങുകൾ മുഴുവൻ പങ്കെടുത്ത് ആ നാമജപത്തിലും ലളിതാ സഹസ്രനാമം ചൊല്ലും അപ്പോഴൊക്കെ പങ്കെടുക്കാൻ എല്ലാവർക്കും തോന്നണം. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരെയും പങ്കെടുപ്പിക്കാൻ കഴിയാത്തവർക്ക് ഇവിടുന്ന് കിട്ടിയ ഈ അറിവുകളെല്ലാം പങ്കുവയ്ക്കണം. കാരണം ഇനിയൊരു നവാഹ യജ്ഞം ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാം, കാരണം ഞങ്ങൾ അന്ന് പറഞ്ഞതെല്ലാം ശീലിച്ചു കഴിഞ്ഞു എന്ന് നമ്മൾ എത്തണം. ആ തലത്തിലേക്ക് എത്തുമ്പോഴാണ് ഓരോ യജ്ഞവും സഫലമാകുന്നത്. യജ്ഞം കേട്ടിട്ട് പിറ്റേ ദിവസം പ്രതിസന്ധി കാരണം ഒളിച്ചോടാനോ ആത്മഹത്യ ചെയ്യാനോ പോയ ആ യജ്ഞം കേട്ടതിന് എന്തെങ്കിലും പുണ്യമുണ്ടോ? അപ്പൊ തീർച്ചയായിട്ടും പ്രതിസന്ധികളില്ലാത്തവരാരുമില്ല. എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും അതിനൊക്കെ അമ്മയുടെ അടുത്ത് പരിഹാരമുണ്ട്. കാരണം എന്താണെന്നറിയോ, അങ്ങോട്ട് പറഞ്ഞ അമ്മ നമ്മളെ പുച്ഛിക്കുകയോ പരിഹസിക്കുകയോ ഈ കള്ള എന്ന് പറഞ്ഞ് അതെല്ലാം കേൾക്കും. ഇങ്ങനെയൊക്കെ കേട്ടിട്ട് അതെ ഇത്തിരി വേണം, ഇത്തിരി കുറച്ച് കൂടുതലായിരുന്നു എന്ന് പറയുന്നൊരു ഭാവം അമ്മയ്ക്കില്ല. അമ്മയ്ക്ക് ഒറ്റ ഭാവമേ ഉള്ളൂ, എല്ലാം കേട്ടിട്ട് വേണ്ട സമയത്ത് അമ്മ ഇടപെട്ട് നമ്മളെ ഓരോരുത്തരെയും അമ്മ രക്ഷിക്കും. പക്ഷെ അവിടെ ആ രക്ഷ വിശ്വാസം, കാരണം അമ്മയല്ലാതെ മറ്റാരുമില്ല എന്നെ രക്ഷിക്കാൻ. എൻ്റെ മക്കളല്ല, എൻ്റെ ഭർത്താവല്ല, അതൊക്കെ എനിക്ക് തന്നത് അമ്മയാണ്. മക്കളെ തന്നതും ഭർത്താവിനെ തന്നതും കുടുംബം തന്നതും എല്ലാം തന്നത് അമ്മയാണെങ്കിൽ ആ അമ്മയെ തന്നെ വിശ്വസിക്കുക. അമ്മയുടെ ഏത് ഭാവത്തെയും വിശ്വസിക്കുക. അമ്മയുടെ പുത്രനാണ് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക. അമ്മയുടെ പുത്രനാണ് സുബ്രഹ്മണ്യ സ്വാമി. അമ്മയുടെ ഇതാണ് അർദ്ധനാരീശ്വരഭാവമാണ് ശിവശക്തി. ശക്തി ഇല്ലെങ്കിൽ ഒന്നുമില്ല. അപ്പോൾ ഈ 9 ദിവസവും നടക്കുന്ന നവാഹ യജ്ഞത്തിൽ പങ്കെടുക്കുകയും എല്ലാവരും കേട്ട അറിവുകളെല്ലാം സംഭരിച്ചു വച്ചുകൊണ്ട് നിങ്ങൾക്ക് കഴിയുന്നത്രയും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ കഴിയണം. ഇനി ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ വത്തിക്കാനിൽ ഇപ്പോൾ അടുത്ത് നിങ്ങളൊക്കെ അറിഞ്ഞു കാണും, ആരെങ്കിലും വായിച്ചോ നമ്മുടെ ഗുരുദേവന്റെ സന്ദേശങ്ങളെ വത്തിക്കാൻ സഭ അംഗീകരിച്ചതായിട്ടൊക്കെ വായിച്ചായിരുന്നോ? ആരെങ്കിലും കേട്ടായിരുന്നോ? അതായത് ഇതിലുണ്ടായിരുന്നതാണ്. അതായത് ഗുരുദേവനെ പോലെയുള്ള ചട്ടമ്പി സ്വാമികളെ പോലെയുള്ള സ്വാമി വിവേകാനന്ദനെ പോലെയുള്ള ആചാര്യന്മാർ, വേദവ്യാസ മഹാകവിയാണ്, വേദവ്യാസനാണ് നമ്മുടെ ദേവി മഹാൻ വിരചിതമായ ഭാഗവതവും അതെ പുരാണങ്ങളും എല്ലാം അതൊക്കെ നൽകിയ ആ ആചാര്യന്മാരെ നമ്മുടെ രാഷ്ട്രം ആചരിക്കുന്നതിനേക്കാൾ നമ്മളുടെ സ്വാമിയുടെ ഗുരുദേവന്റെ തത്വങ്ങളെ വത്തിക്കാനിലും ജർമ്മനിയിലും ഇറ്റലിയിലും ഒക്കെ ചർച്ചയിലെടുക്കുന്നുവെങ്കിൽ
അപ്പം നമ്മൾ ആധ്യാത്മികമായി മുന്നോട്ട് പോകുന്നില്ലേ? ദേവി മഹാത്മ്യം നിത്യം പാരായണം ചെയ്താൽ അതിലെല്ലാം ചൊല്ലാൻ പറ്റില്ലെങ്കിലും 13 അധ്യായവും നമുക്ക് നിത്യം ചൊല്ലാൻ പറ്റില്ല എങ്കിൽ പോലും ദേവി ഭാഗവതം അതിന്റെ കുറച്ചുകൂടെ അടുത്ത പടിയാണ്. ദേവി മഹാത്മ്യത്തിലെ 5ാം അധ്യായം കവചം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ കുറച്ചേ ഉള്ളൂ. അതിന് ശരിക്കും ഈ നവദുർഗയുടെ ഭാവങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ആ കവചം ഉണ്ടെങ്കിൽ ഒരു ഏലസം തേടിക്കൊണ്ടൊരു അതൊന്നും വേണ്ട. കാരണം നമുക്ക് നമ്മൾ തന്നെ ഒരു കവചം കെട്ടുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും ആ കവചം കെട്ടുവാനായി നിങ്ങൾ ആ ദേവി മഹാത്മ്യത്തിലെ കവചം വായിക്കുക. 5ാം അധ്യായം എന്ന് പറയുന്ന ആ അധ്യായം അതിലുള്ളതാണ് യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമഃ. അവിടെ 21 ഭാവത്തെയാണ് വർണ്ണിച്ചിരിക്കുന്നത്. അപ്പൊ ആ ഭാവങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് വായിച്ച് എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞാണ് ഏറ്റവും നല്ല കുട്ടിയെന്ന് ഏതൊരു രക്ഷിതാവും അഭിമാനത്തോടു കൂടി പറയുമ്പോൾ അവൻ്റെ കുടുംബത്തിലെ ഏറ്റവും നല്ല കുട്ടിയാകുമ്പോൾ അവനൊരു സമൂഹ ജീവിയാണ്, അല്ലെ അവളൊരു സമൂഹ ജീവിയാണ്. ആ സമൂഹം നന്നാവും. സമൂഹം നന്നാവുമ്പോൾ ഒരു രാജ്യം നന്നാവും. രാജ്യം നന്നാവുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ പേരും പ്രശസ്തിയും ദൂരങ്ങളിലേക്ക് എത്തും. അപ്പൊ അതിനൊക്കെയുള്ള വിത്ത് പാകേണ്ടവർ നമ്മളാണ്. അതിനു വേണ്ടിയിട്ടാണ് അമ്മ നമുക്ക് ഇതിനൊക്കെ ഒരു അവസരം തന്നത്. ഇതൊരു പുണ്യമാണ്. കെട്ടിടം പണിതു, നടപ്പന്തൽ പണിതു, അതൊക്കെ സന്തോഷം. അതൊക്കെ അമ്മ നിങ്ങൾക്കിങ്ങനെ മഴയൊന്നും കൊള്ളാതിരുന്ന് ഇവിടെ പറയുന്നതെല്ലാം കേൾക്കാൻ, ഭജനകൾ നടത്താൻ, തായമ്പക മേളങ്ങളെല്ലാം ആസ്വദിക്കാനാണ്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും എല്ലാം കേൾക്കും, ചെയ്യും. ഇതൊരു വിശ്വാസമാണ്. ആ വിശ്വാസം എല്ലാവരും പാലിക്കില്ലേ? അല്ലോ കൊച്ചുപിള്ളേരോട് ചോദിക്കണവർ ചോദിച്ചു പോവാം. കാരണം ജാത്യാറുള്ളതൊന്നും തൂത്താൻ മാറില്ലെന്നാണ്. 30 വർഷം പ്രൈമറി സ്കൂൾ ടീച്ചറായി ജോലി ചെയ്തുകൊണ്ട് മക്കളെ മനസ്സിലായോ എന്ന് ചോദിക്കണവർ ചോദിച്ചു പോയതാട്ടോ, മറ്റൊന്നും തോന്നണ്ട. അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു എല്ലാവരും ചെയ്യുമെന്ന്. അതുപോലെ തന്നെ ആചാര്യൻ പറയുന്നതെല്ലാം നമുക്ക് പ്രസംഗിച്ച് പറയണ്ടേ? ഉപാസകനാണ്. അമ്മയുടെ ഉപാസകൻ എന്ന് പറഞ്ഞാൽ ദേവിയുടെ ഉപാസന. ഏറ്റവും പെട്ടെന്ന് ഉപാസന ഏറ്റെടുക്കാൻ പറ്റുന്ന നമുക്ക് ദേവിമാരെയാണ് ഏറ്റവും പെട്ടെന്ന് കാളിയാണ്. അമ്മയെ പെട്ടെന്ന് ഉപാസിക്കാമെന്നാണ് പറയുന്നത്. ഉപാസന എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് വിളിച്ചാൽ അമ്മ ഓടിയെത്തും. പക്ഷെ അതിന് കുറേ ചടങ്ങുകളുണ്ട്. ആദ്യം തന്നെ നമ്മൾ ധ്യാനിക്കണം, മന്ത്രം ജപിക്കണം. അതൊക്കെ ഒരുപാട് ചടങ്ങുകളുണ്ട്. പക്ഷെ അവസാനം പറഞ്ഞില്ലേ, ശ്രീവിദ്യ എന്ന് പറയുന്ന ആ വലിയ ഇതിലേക്ക്, ഉപാസനയുടെ ഏറ്റവും അവസാന തലത്തിലേക്ക് എത്താൻ സാധിക്കണമെങ്കിൽ, രാജരാജേശ്വരിയുടെ തലത്തിലേക്ക് എത്താൻ സാധിക്കണമെങ്കിൽ ഇവരിൽ എത്ര പേർക്ക് ഇതൊക്കെ സാധിക്കും? പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞല്ലോ, അദ്ദേഹം രണ്ടുപേരും ഒരേ ദേവി ഉപാസകരായിരുന്നു എന്ന് പറഞ്ഞ പോലെ ഉപാസന ശീലമാക്കണമെങ്കിൽ നാമജപത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, കീർത്തനങ്ങളിലൂടെ, മഹാത്മ്യപാരായണത്തിലൂടെ, സഹസ്രനാമങ്ങളിലൂടെ, ഷഷ്ടിവൃതത്തിലൂടെ, പ്രദോഷവൃതത്തിലൂടെ, ഏകാദശി നോക്കുന്നതിലൂടെ, അങ്ങനെ എല്ലാം. ഇപ്പൊ നമുക്ക് നാളെ ധനുമാസം 1-ാം തീയതി. ശരിക്കും ഇന്നിവിടെ ഇന്നത്തെ ദിവസം എന്താ? പൗർണമി കഴിഞ്ഞ് പ്രഥമ തുടങ്ങാണല്ലേ? അറിയോ? പൗർണമി ആയിരുന്നു എന്നറിയോ? എന്താണ് പ്രഥമയുടെ? അതായത് ഇന്ന് നമ്മൾ പൗർണമി കഴിഞ്ഞാൽ പിന്നെ 14 ദിവസത്തോളം കറുത്ത വർഷമാണ്. ശുക്ലവർഷവും കൃഷ്ണവർഷവും എന്ന് പറയുന്ന 2 വർഷമുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താണെന്നറിയാമോ? പൂർണ്ണ ചന്ദ്രനെ പിന്നെ ഇങ്ങനെ 14-ാം ദിവസം അമാവാസിയിൽ ചന്ദ്രനെ കാണാതാവുന്ന ഒരു ദിവസം വരും. അപ്പം ഇന്നു മുതൽ നിങ്ങൾ ഇവിടെ വന്ന് ഈ ദേവി ഭാഗവത സപ്താഹ അല്ലെങ്കിൽ നവാഹയജ്ഞത്തിന്റെ ഭാഗമായിട്ട് കടം കൊണ്ട് വലയുന്ന, കൊടുത്ത പണം കിട്ടാതെ ബുദ്ധിമുട്ടുന്ന, സാമ്പത്തിക പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ അമ്മയുടെ തിരുമുമ്പിൽ ഇന്നു മുതൽ പ്രാർത്ഥിച്ചു തുടങ്ങും. ഞാൻ പറഞ്ഞില്ലേ, വലിയ വൃത്തത്തിൽ നിന്ന് കുറച്ച് ഭാഗം കാണാമോ, പിന്നെ കുറച്ചുകൂടി ഇങ്ങനെ
ബാധ്യതകളെല്ലാം പ്രശ്നങ്ങളെല്ലാം തേഞ്ഞ് അമാവാസി എല്ലാം ശൂന്യമാകുന്നത് പോലെ ധനുമാസം 11-ാം തീയതി ഇവിടുത്തെ കാട്ടുതാലപ്പള്ളിയുടെ അവസാനമാണ്. അന്ന് എന്താ വിശേഷം? കാട്ടുതാലപ്പള്ളിയുടെ അവസാനം എന്നുള്ളത് കുമ്പളത്തുകാർക്ക്, കളത്തിൽക്കാർക്ക്. അന്ന് വേറൊരു വിശേഷം ഉണ്ടറിയോ? ആർക്കെങ്കിലും അറിയോ? മണ്ഡലകാലം എന്ന് പറയുന്നത് എത്ര ദിവസം? മണ്ഡലകാലം എത്ര ദിവസം? വൃശ്ചിക മാസവും പിന്നെ ധനുമാസത്തിലെ 11 ദിവസം. അപ്പൊ ധനുമാസം 11 നമ്മുടെ മണ്ഡലം അവസാനിക്കുന്ന ദിവസമാണ് ഇവിടുത്തെ താലപ്പള്ളി മഹോത്സവം വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ ദിവസങ്ങളെല്ലാം നാളെ ധനുമാസത്തിലെ തിരുവാതിര. പക്ഷെ നാളെ ധനുമാസത്തിലെ തിരുവാതിര ആരെങ്കിലും ആഘോഷിക്കും. ഇന്ന് 10/28 ധനുമാസത്തിലേക്ക്, അതായത് ധനുരാശിയിലേക്ക്, വൃശ്ചിക രാശിയിൽ നിന്നും സൂര്യൻ സംക്രമിക്കുകയാണ്. നാളെ പുലർച്ചെ മുതൽ സൂര്യൻ ധനുരാശിയിലാണ്. അത് രാശിചക്രം ജ്യോതിഷം പറയുന്നത്. ടീച്ചറായപ്പോൾ ഞാൻ ജ്യോതിഷി ആയതുകൊണ്ട് അതുകൂടെ ഒന്നും പറയില്ല, പറഞ്ഞു പോയതേ ഉള്ളൂ കേട്ടോ. അപ്പൊ നാളെ തിരുവാതിരയാണ്. പക്ഷെ തിരുവാതിര നമ്മൾ ആഘോഷിക്കണമെങ്കിൽ തിരുവാതിരയ്ക്ക് മുമ്പ് രോഹിണി എട്ടങ്ങാടിയുണ്ട്, പിന്നെ മകയിരം മക്കൾക്ക് വേണ്ടി നോക്കണം, തിരുവാതിര പുരുഷന് വേണ്ടിയിട്ട് വ്രതം എടുക്കണമെങ്കിൽ അപ്പൊ ഇത് വേണ്ടേ? ധനുമാസത്തിന് വേണ്ടിയില്ലല്ല. അപ്പൊ എന്താണ്? ധനുമാസത്തിന്റെ അവസാനം വരുന്ന തിരുവാതിര നമുക്ക് നോക്കാം. ഓരോ മാസത്തിനും പുണ്യങ്ങളുണ്ട്. അപ്പം സാധാരണ നമ്മളെ 4 നവരാത്രികളാണ് നമുക്കുള്ളത്. വിശദമായി അദ്ദേഹം പറയുമെങ്കിലും ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ്. 4 നവരാത്രികളാണുള്ളത്. നമ്മുടെ നാട്ടിൽ കേരളത്തിൽ അധികവും എടുക്കുന്നത് കന്നിമാസത്തിലെ നവരാത്രിയാണ്. അതായത് കന്നിമാസം എന്ന് പറയുന്നത് നമുക്കറിയാം, കാരണം അശ്വിനി മാസം എന്നാ പറയുക. അശ്വിനി മാസത്തിലെ കന്നിമാസത്തിലെ നവരാത്രിയാണ് എടുക്കുക. അത് പ്രഥമ തൊട്ട് നവമി വരെ, പിന്നെ ദശമിക്ക് വിജയദശമി ആഘോഷിക്കും. ആ സമയത്ത് തന്നെയാണ് ഇവിടെ നമ്മൾ ഇപ്പൊ അങ്ങനെ കന്നിമാസം കഴിഞ്ഞു. പിന്നെ നമുക്ക് രണ്ടാമത് ധനുമാസത്തിൽ വരും, പിന്നെ മീനമാസത്തിൽ വരും, പിന്നെ കർക്കിടക മാസത്തിലും വരും. അങ്ങനെ 4 നവരാത്രികൾ വരാറുണ്ട്. അപ്പൊ ഇവിടെ നമ്മളുടെ ഈ ദേവി ഭാഗവത ശ്രീമദ് ദേവി ഭാഗവത നവാഹം നമ്മൾ ധനുമാസം 1-ാം തീയതി, ഇന്നിപ്പോ അതിന്റെ തുടക്കമാണ്. അപ്പൊ തീർച്ചയായിട്ടും പറ്റുന്നവരില്ല, വന്നു കൂടുന്നത് ഏറ്റവും സന്തോഷം. വരാൻ പറ്റാത്തവർ, ദേവി ഭാഗവതം ഉള്ളവരെല്ലാം 10,000 ശ്ലോകങ്ങളാണുള്ളത്. വായിച്ചു തീർക്കാൻ പറ്റുമെങ്കിൽ 9 ദിവസം കൊണ്ട് വായിച്ചു തീർക്കും. ഇല്ലെങ്കിൽ 700 പേജുള്ള 700 ശ്ലോകങ്ങളുള്ള ദേവി മഹാത്മ്യം വായിക്കൂ. എല്ലാ ദിവസവും ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യൂ. കുട്ടികളായിട്ടുള്ളവരെല്ലാം വിദ്യ എന്നത് ഒരിക്കലും ജനനം മുതൽ മരണം വരെ തുടരുന്ന ഒരേ പ്രക്രിയയാണ് അറിവ് നേടുക എന്നുള്ളത്. അതുകൊണ്ട് എല്ലാവരും വിദ്യാഗോപാല മന്ത്രം ഇവിടെ ചെല്ലാനുള്ള ഒരു പരിശീലനം നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുക. കാരണം എല്ലാ ക്ഷേത്രങ്ങളിലും വിദ്യാഗോപാല മന്ത്ര അർച്ചനയുണ്ട്. അത് ചെല്ലുമ്പോൾ കുട്ടികളും അത് ഏറ്റുചൊല്ലുവാനുള്ള ഒരു ഇതുണ്ടാവട്ടെ. പ്രാർത്ഥനകളിലൂടെ, ജ്ഞാനങ്ങൾ നൽകി സമ്പാദിക്കുന്നതിലൂടെ നമ്മളുടെ പ്രശ്നങ്ങളെല്ലാം, ഞാൻ പറഞ്ഞില്ലേ, അമാവാസിയിൽ എല്ലാ പ്രശ്നങ്ങളും തീരുന്നത് പോലെ നമ്മൾക്ക് എല്ലാവർക്കും ഒരു നല്ല നവാഹ അല്ലേ, ഈ ശ്രീമദ് ദേവി ഭാഗവത നവാഹ യജ്ഞം ഏറ്റവും കൂടുതൽ ഉണർവും ഉന്മേഷവും എല്ലാ പ്രതിസന്ധികൾക്കുമുള്ള, അറിഞ്ഞോ അറിയാതെ ചെയ്തു പോയ എല്ലാ ദോഷങ്ങൾക്കുമുള്ള ഒരു നിവാരണമായി, മോക്ഷം തരുന്ന, പുണ്യം തരുന്ന ഒരു ശുഭ ദിനങ്ങളായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടോ? ആർക്കെങ്കിലും എന്ത് വേണമെങ്കിലും ചോദിക്കാം. പരിമിതിയിൽ നിന്നുകൊണ്ട് പറയാം. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഒരുപാട് ആചാര്യൻ ഒരുപാട് പറയാനുണ്ട്. എനിക്ക് കുറച്ച് സമയം തന്നത്, ഞാൻ ഇത്തിരി അധികം പറഞ്ഞു എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ പറഞ്ഞില്ലേ, ആചാര്യന്മാർ ഗുരുവിലൂടെ കിട്ടുന്ന അറിവുകൾ. ഞാനൊരു ടീച്ചർ ആയതുകൊണ്ട് ഒരു ഗുരുത്വം ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സംസാരിച്ചത്. ആചാര്യന്മാരിലൂടെ, ഗുരുക്കളാണ് നമ്മുടെ മീഡിയേറ്റർമാർ. ഗുരുക്കളിലൂടെ കിട്ടുന്ന, ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടുന്ന, അദ്ദേഹം
അതിന് എല്ലാവർക്കും ഒരു അവസരം ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല, അവസാനിപ്പിക്കട്ടെ. എന്തെങ്കിലും ആരെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല. അപ്പം ഇത്രയും സമയം ഇങ്ങനെ എനിക്കിതിനൊരു അവസരം ഒരുക്കി തന്നത്, എനിക്ക് എന്നെ ബാബുരാം സാർ ഇവിടെ വന്നപ്പോഴല്ല, ഇപ്പോഴിവിടെ വന്നാണ് എനിക്ക് നോട്ടീസ് കിട്ടിയത്. എന്നെ ക്ഷണിച്ചത് പ്രസാദ് എന്ന് പറയുന്ന പ്രഭാഷണത്തിൽ ചെയ്യുന്ന പ്രസാദാണ് എന്നെ ക്ഷണിച്ചത്. അരൂർ ക്ഷേത്രത്തിന് എനിക്ക് ഭാഗവത സപ്താഹത്തിന് ഒരു പ്രഭാഷണത്തിന് സമയം കിട്ടി. അപ്പം ഓരോരുത്തരും നമുക്ക് ചുറ്റും ഇപ്പൊ ഇവിടെ തന്നെ ഈ ക്ഷേത്ര സമിതി അംഗങ്ങളും ദേവസ്വം ബോർഡ് ജീവനക്കാരും നിങ്ങൾ ഓരോരുത്തരും എത്രമാത്രം ശ്രമിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഇതുണ്ടായത്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന, മുന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ആയിരം 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 നന്ദി പറഞ്ഞുകൊണ്ട് ഈ ക്ഷേത്ര നടയിൽ ഇരുന്ന് ഇത്രയും 2 വാക്ക് സംസാരിക്കാൻ അവസരം തന്ന ഈ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളോടും മറ്റെല്ലാ എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് എന്നെ ഇത്രയും നേരം സഹിച്ച എൻ്റെ പ്രിയപ്പെട്ട അമ്മമാരെ, സഹോദര